ആ നീല വെളിച്ചം സാവധാനം ഒരു രൂപം പ്രാപിക്കാൻ തുടങ്ങി. അതൊരു സ്ത്രീരൂപമായി മാറി. അതേ നിമിഷം തന്നെ മുറിയിലെ മങ്ങിയ വെളിച്ചം പെട്ടെന്ന് ശക്തിപ്പെട്ടു. അതോടൊപ്പം ഒരു പരിചിതമായ രൂപം മനുവിൻ്റെ മുന്നിൽ തെളിയുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മനുവിൻ്റെ ഭാര്യ വർഷയുടെ പ്രേതമായിരുന്നു. വർഷയുടെ മുഖം ദുഃഖം നിറഞ്ഞതായിരുന്നു. നീലവിളക്കിൽ വന്ന പ്രേതവും വർഷയുടെ പ്രേതവും പരസ്പരം നോക്കി. നീലവെളിച്ചത്തിലെ രൂപം വർഷയെ നോക്കി എന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ വർഷ കൈ ഉയർത്തി അതിനെ തടഞ്ഞു. വർഷ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ആ ശബ്ദം മനുവിൻ്റെ ഹൃദയത്തിലൂടെ ഒരു തണുത്ത കാറ്റ് പോലെ കടന്നുപോയി. നീലവെളിച്ചത്തിലെ രൂപം വർഷയെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസവും ഭീഷണിയും ഉണ്ടായിരുന്നു. നിനക്കിവനെ അധികകാലം സംരക്ഷിക്കാൻ കഴിയില്ല വർഷ. ഞാനിവന്റെ പൂർവികരിൽ ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ ദുഃഖമാണ് എന്നെ ആകർഷിച്ചത്. ഈ വീടും ഈ കുടുംബവും എന്റെ പിടിയിലാണ്. വർഷ ദേഷ്യത്തോടെ പ്രതികരിച്ചു. നിങ്ങൾക്കിപ്പോൾ ശാന്തമായി ഇരിക്കേണ്ട സമയമാണ്. വെറുതെ ഒരാളുടെ സമാധാനം നശിപ്പിക്കരുത്. നീലപ്രേതം തുടർന്നു. സമാധാനമോ? എന്റെ മരണം അത്ര സമാധാനമായിരുന്നില്ല. ഞാൻ അനുഭവിച്ച വേദന ഇവനും അനുഭവിക്കണം. എങ്കിലേ എനിക്ക് മോചനയുള്ളൂ.